കോൺഗ്രസ് നേതാവ് ദിനേശ് പെരുമണ്ണ ടെലിഫോണിൽ ചെയ്തിട്ടുണ്ട്. ശ്രീ ദിനേശ്, ഇപ്പോൾ മന്ത്രി പറഞ്ഞ കാര്യം തന്നെ ഇപ്പോൾ അത് കള്ളമാണെന്ന് തെളിയുകയാണ്. 13 ലക്ഷം രൂപയാണ് മെസ്സിയെ ക്ഷണിക്കാൻ പോയ വകയിൽ ചെലവായത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി പറഞ്ഞതാണ് 1 രൂപ പോലും സർക്കാർ ചെലവാക്കിയിട്ടില്ല ഈ കാര്യത്തിന് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ജനങ്ങളെ പറ്റിക്കുകയല്ലേ? ഈ 13 ലക്ഷം രൂപ ഇത്രത്തോളം പൊടിച്ചു കഴിയുമ്പോൾ ഇത് ജനങ്ങളുടെ പൈസയാണല്ലോ, ഖജനാവിൽ നിന്നും എടുത്തുകൊണ്ട് പോയെങ്കിൽ പോലും ഇത് സാധാരണക്കാരുടെ പൈസയല്ലേ ഈ ചെലവാക്കിയത്? തീർച്ചയായിട്ടും കേരളത്തില് ഈ സർക്കാരിന്റെ കീഴിലുള്ള കായിക വകുപ്പ്, അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി തീർത്തും പരാജിതനാണ്. ഈ മേഖലയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ മന്ത്രി ഇടയ്ക്കിടക്ക് മെസ്സി വരും വന്നിട്ടോ വരൂട്ടോ എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെങ്ങനെ വിഡ്ഢികളാക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം, മലപ്പുറം ഉൾപ്പെടെ. അപ്പൊ അവിടെ വെച്ചാണ് മലപ്പുറത്തേക്ക് പ്രത്യേകമായിട്ട് മെസ്സി വരും എന്നൊക്കെ പറഞ്ഞ് അതിന് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഇദ്ദേഹം വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നു. സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങിയതാ 2024, ക്ഷണിക്കാൻ പോയത് അന്നാണല്ലോ. ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് ഇത് രാഷ്ട്രീയമാണ്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വരുമെന്ന് കണ്ടപ്പോൾ അവിടെ പ്രത്യേകിച്ച് ആവേശമുണ്ടാക്കുന്നതിന് വേണ്ടി, കായിക പ്രേമികളെ തങ്ങൾക്ക് അനുകൂലമാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മെസ്സിയെ കൊണ്ടുവരാൻ പോകുന്ന സർക്കാരാണിത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഇപ്പൊ ഒക്ടോബർ മാസത്തിൽ വരുമെന്ന് പറഞ്ഞു. കാരണം നവംബർ മാസത്തിൽ കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. അപ്പോ ഇവിടെയുള്ള ചെറുപ്പക്കാര്, പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളെ, കേരളത്തിലെ മെസ്സിയെ ആരാധിക്കാത്തവരായിട്ട് ആരുമില്ലല്ലോ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫുട്ബോൾ താരമാണ്, ലോക പ്രശസ്തനാണ്. അങ്ങനെയുള്ള ഒരു ഫുട്ബോൾ താരത്തിന്റെ നേതൃത്വത്തിലുള്ള അർജന്റീന ടീം കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി പ്രത്യേകിച്ച് അഭിനന്ദനം അർഹിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ. ഇത് ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടായി മാറിയിരിക്കുകയാണ്. ഇടക്കിടക്ക് വരും എന്ന് പറയാ. ഇപ്പൊ പറയുന്നത് എന്താണ്? ഇതിന് ഗവൺമെന്റിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല, ഔദ്യോഗികമായിട്ടുള്ള ഒരു ഇടപാടും ഇതിൽ നടന്നിട്ടില്ല. സ്പോൺസർമാരാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി, പിന്നെ ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷൻ, പിന്നീട് പറയുന്നത് ഇപ്പോ റിപ്പോർട്ടർ ചാനൽ, ഇങ്ങനെയുള്ള ആളുകളുടെ സ്പോൺസർഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്. ഗവൺമെന്റിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, ഗവൺമെന്റിന് ഇതിൽ ഒരു നഷ്ടവും ഇല്ല എന്ന് പറഞ്ഞതാണ് ഇന്ന് പൊളിഞ്ഞിരിക്കുന്നത്. 13 ലക്ഷം രൂപ ഈ മന്ത്രിയും കായിക വകുപ്പ് സെക്രട്ടറിയും കായിക വകുപ്പിന്റെ യുവജന വിഭാഗം ഡയറക്ടറും അടക്കമുള്ള സംഘം സ്പെയിനിലേക്ക് പോയതിന്റെ ചിലവ് എഴുതിയെടുത്തിരിക്കുന്നത് സർക്കാർ തുകയിൽ നിന്നാണ്, സർക്കാർ ചെലവിൽ നിന്നാണ്. ഈ സ്പോൺസർമാർ നൽകിയ പണം കൊണ്ടല്ലല്ലോ മന്ത്രി പോയിട്ടുള്ളത്. അപ്പോൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നു എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ശ്രമം, അല്ലെങ്കിൽ മന്ത്രിയുടെ ഒരു യാത്ര, അത് ഔദ്യോഗിക യാത്രയാണ്. ആ ഔദ്യോഗിക യാത്ര നടത്തി സർക്കാരിൻ്റെതായിട്ടുള്ള രീതിയിൽ മെസ്സിയെ കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ അതിനുള്ള നടപടികളാണ് ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുന്നത്. ഇദ്ദേഹം മെസ്സിയെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അത് തന്നെ ശരിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും അർജന്റീന ടീം വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ, ഇപ്പൊ ഇദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരിക്കുക. ഇത് ഇദ്ദേഹത്തിന് മാത്രമുള്ളതല്ല, ആരോഗ്യ വകുപ്പ് മന്ത്രിയൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്ന രീതിയിൽ എല്ലാം ഇങ്ങനെ ജൽപ്പനങ്ങളായി മാറുകയാണ്, പൊളിയുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളായി മാറുകയാണ്. അതുകൊണ്ട് ഇത് സർക്കാരിന്റെ തുകയാണ്. ഇവിടെയുള്ള ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് മന്ത്രി പരിവാര സംഘങ്ങളും സ്പെയിനിലേക്ക് പോയി തുക ചെലവഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ പറയുന്നത് ഒക്ടോബർ മാസത്തിലും വരില്ല, ഇനി എന്നു വരാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ മന്ത്രി പറയേണ്ടി വന്നിരിക്കുന്നത് ഇത് പൊളിഞ്ഞു വീഴും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്. ഇപ്പോൾ ഈ തുക ചെലവഴിച്ചതിനെ കുറിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കിയപ്പോൾ തീർത്തും ഒരു പരാജിതനായ കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹിമാൻ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ നന്ദി ശ്രീ ദിനേശ് പെരുമണ്ണ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.